السلام عليكم ورحمة الله. رياض الصالحين أنبتي ونبدامة حديثان عن أبي خالد حكيم بن حزام رضي الله عنه قال قال رسول الله صلى الله عليه وسلم البيعان بالخيار ما لم يتفرقا فإن صدقا وبينا بورك لهما في بيعهما وإن كتما وكذبا محكت بركة بيعهما. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. കച്ചവടക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. റിയാദ് സ്വാലിഹീനിലെ 59-ാമത്തെ അതുപോലെ സിദ്ഖിനെ കുറിച്ച് പറയുന്ന അവസാനത്തെ അധ്യായമാണിത്. ഹദീസാണ്. അൽ ബയ്യാനി, രണ്ട് കച്ചവടക്കാർ, അതായത് ബയ്യർ ആൻഡ് സെല്ലർ, വാങ്ങുന്നവനും കൊടുക്കുന്നവനും. കച്ചവടത്തിൽ എപ്പോഴും രണ്ടാളുണ്ടാവുമല്ലോ. ഒരാൾ പർച്ചേസ് ചെയ്യും, ഒരാൾ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. സെല്ലർ ആൻഡ് ബയ്യർ. ബിൽ ഖിയാരി, അവർക്ക് എപ്പോഴും ഓപ്ഷൻ ഉണ്ട്. അതായത് കച്ചവടം ക്യാൻസൽ ചെയ്യാനോ അതല്ലെങ്കിൽ കച്ചവടം പൂർത്തീകരിക്കാനോ ഈ പർച്ചേസറിനോ അതല്ലെങ്കിൽ സെല്ലറിനോ സ്വാതന്ത്ര്യമുണ്ട്. ഏതുവരെ? മാലം യതഫറഖ, അവർ കച്ചവടം ചെയ്യുന്ന ആ മജ്ലിസ് വിട്ടുപിരിയാത്ത കാലത്തൊക്കെയും, കച്ചവടം ചെയ്യുന്ന സ്ഥലം വിട്ടുപിരിയാത്ത കാലത്തൊക്കെയും അവർക്ക് കച്ചവടം ക്യാൻസൽ ചെയ്യുവാനോ അഥവാ കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ് ഒപ്പുവെക്കാനോ വെക്കാതിരിക്കാനോ അവർക്ക് എന്തുണ്ട്? ഓപ്ഷനുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, സാധാരണ ഒരു അഗ്രിമെൻറ്റിലെത്തി ഒക്കെ റെഡി ആയിക്കഴിഞ്ഞ് ഒപ്പിട്ടാൽ എന്തായി? ആ അഗ്രിമെൻറ്റ് അത് പിന്നെ ബൈൻഡിങ്, രണ്ട് കൂട്ടർക്കും അതിനെ ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. ആ അഗ്രിമെൻറ്റ്, ആ കോൺട്രാക്റ്റ്. പക്ഷെ കോൺട്രാക്റ്റ് ഒപ്പിടുന്നതിന് മുമ്പ് രണ്ട് കൂട്ടർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്തു ചെയ്യാൻ. അത് ക്യാൻസൽ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ഇനി പറയുന്നത് ഫഇൻ സ്വദഖ, രണ്ടുപേരും സത്യം പറഞ്ഞാൽ. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ സാധനം വിൽക്കുന്നവൻ സത്യം പറയണം. സാധനത്തിൻ്റെ ക്വാളിറ്റി, സാധനത്തിൻ്റെ സമയം, പഴയതാണോ പുതിയതാണോ, അതല്ലെങ്കിൽ സാധനം ഗ്യാരണ്ടി ഉള്ളതാണോ ഗ്യാരണ്ടി ഉള്ളതല്ലയോ, അങ്ങനെ തുടങ്ങി സാധനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ അദ്ദേഹം എന്ത് പറയണം? സത്യം മാത്രം പറയണം. അതുപോലെ വാങ്ങുന്നവനും സത്യം പറയണം. വാങ്ങുന്നവന് ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടി മറ്റുള്ള സാധനവുമായി, മറ്റുള്ള ഷോപ്പുമായി, മറ്റുള്ള സംഗതികളുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഈ സാധനം ശരിയില്ല എന്ന് കള്ളം പറഞ്ഞ് പൈസ കുറയ്ക്കാനുള്ള ബാർഗെയിൻ നടത്താൻ പാടില്ലേ വാങ്ങുന്ന ആൾ? അതുമല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക് ആ കച്ചവടത്തിൻ്റെ, ആ സാധനത്തിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നല്ല സാധനം ചെറിയ വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറയാം, ഇതേ സാധനം അപ്പുറത്തെ ഷോപ്പിൽ, അപ്പുറത്തെ നാട്ടിൽ ചെറിയ പൈസക്ക് തരുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്ര പൈസ കൂട്ടുന്നത് ചോദിക്കാം. അപ്പോൾ രണ്ട് കൂട്ടരും കളവ് പറയാൻ സാധ്യതയുണ്ട്. രണ്ട് കൂട്ടരും കളവ് പറയാൻ പാടില്ല. വാങ്ങുന്നവനും കളവ് പറയാൻ പാടില്ല, കൊടുക്കുന്നവനും കളവ് പറയാൻ പാടില്ല. ബയ്യന, ബയ്യന എന്ന് പറഞ്ഞാൽ കൃത്യമായി വെളിവാക്കുക. സാധനത്തിൻ്റെ ഡിഫക്റ്റ് വെളിവാക്കണം, സാധനത്തിൻ്റെ ന്യൂനതകൾ വെളിവാക്കണം. ഒരു കാറ് വിൽക്കുകയാണ്, പുതിയ കാറ് വിൽക്കുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പഴയ കാറോ പഴയ മൊബൈലോ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വല്ല ഡിഫക്റ്റും ഉള്ളത് കൊണ്ടായിരിക്കാം സാധനം വിൽക്കുന്നത്. അപ്പോൾ വിൽക്കുന്ന ആൾ എന്തുകൊണ്ടാണ് വിൽക്കുന്നതെന്ന് ഈ വാങ്ങുന്നവൻ ചോദിച്ചാൽ കൃത്യമായി ഉള്ളതങ്ങോട്ട് പറയണം. എന്താണ് ഇതിൻ്റെ കുഴപ്പം? അത് എൻജിൻ ഞാൻ മാറ്റിയിട്ടുണ്ട്, പഴയ എൻജിന് ആണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്, അതിൻ്റെ കമ്പനിയുടെ എൻജിന് കേടുവന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ റീപെയിൻറ്റ് നടന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. എന്ത് ഡിഫക്റ്റാണോ ഉള്ളത് ആ ഡിഫക്റ്റ് കൃത്യമായി ന്യൂനത എന്താണെങ്കിലും പറഞ്ഞിരിക്കണം. അപ്പോൾ രണ്ടു കൂട്ടരും ആ വിഷയം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിരിക്കണം. അപ്പോൾ
അങ്ങനെയാണെങ്കിൽ ബൂരിക്ക ബറക്കത്ത് ചെയ്യും ലഹുമ രണ്ട് കൂട്ടർക്കും ഫിബൈഹിമ രണ്ടാളുടെ കച്ചവടത്തിനും ബറക്കത്തുണ്ടാകും. അപ്പോൾ വാങ്ങുന്നവനും അതുപോലെ ആ സാധനം വിൽക്കുന്നവനും രണ്ടാളും സത്യം മാത്രം പറയണം. അങ്ങനെ പറഞ്ഞാൽ രണ്ടാൾക്കും ബറക്കത്ത് കിട്ടും. ഇവിടെ പിന്നെ ബയ്യർ വാങ്ങുന്നവൻ എന്തെങ്കിലും കളവ് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് ഞാൻ ഭയങ്കര ചെറിയ പൈസക്ക് സാധനം വാങ്ങി എന്നുള്ള നിലക്ക് കൊണ്ടുപോയി, പക്ഷേ കൊടുത്തവന് തൃപ്തിയോടെയല്ല കൊടുത്തതെങ്കിൽ ഒരു പക്ഷേ ആ സാധനം അവനിക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ബറക്കത്ത് നഷ്ടപ്പെടും. അതല്ലെങ്കിൽ കച്ചവടം ചെയ്തവൻ കൊടുത്തവൻ വല്ല കളവും പറഞ്ഞിട്ടാണ് അതല്ലെങ്കിൽ സത്യം മൂടി വെച്ചിട്ടാണ് കൊടുത്തതെങ്കിൽ ആ കിട്ടിയ പണം കൊണ്ടും അദ്ദേഹത്തിന് അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുകയില്ല. ബറക്കത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, എപ്പോഴും ബറക്കത്ത് എന്നുള്ളത് എന്തിൻ്റെ മേൽ അറിയിക്കുന്നില്ല, കുറേ പൈസ കിട്ടുക എന്നുള്ളതിൻ്റെ മേൽ അറിയിക്കുന്നില്ല. അതായത് കച്ചവടത്തിൽ എപ്പോഴും നന്മ മാത്രം ചെയ്യുക, സത്യം മാത്രം പറയുക, അവർക്ക് അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ കച്ചവടം കുറേ അങ്ങോട്ട് ഉഷാറാക്കും, ഒരുപാട് എക്സ്പാൻഷൻ നടത്താൻ അവർക്ക് സാധിക്കും, ഒരുപാട് ബ്രാഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും, ഒരുപാട് ടേൺ ഓവർ വർദ്ധിപ്പിക്കാൻ, റവന്യൂ വർദ്ധിപ്പിക്കാൻ സാധിക്കും, ഒരുപാട് പ്രോഫിറ്റ് കിട്ടും എന്ന അർത്ഥം മാത്രമല്ല കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. കച്ചവടത്തിലുള്ള ബർക്കത്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ബർക്കത്തും കൂടിയാണ്. കച്ചവടം ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം അദ്ദേഹത്തിന് ഒരുപാട് കമ്മിറ്റ്മെൻറ്റും ഉത്തരവാദിത്തങ്ങളും വരുന്നു, ഹോസ്പിറ്റൽ ബില്ല് വരുന്നു, പല സംഗതികളിലൂടെ പൈസ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ കച്ചവടം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ ലക്ഷ്യം തീരുകയില്ല, ഫൈനാൻഷ്യൽ ഫ്രീഡം അതുകൊണ്ട് കിട്ടുമൊന്നുമില്ല. അപ്പോൾ കച്ചവടത്തിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അല്ലാഹു തആല ആ കച്ചവടത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാനോ അതല്ലെങ്കിൽ ബിസിനസ് റവന്യൂ വർദ്ധിപ്പിക്കാനോ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ ആ കിട്ടുന്ന പണമുണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് അല്ലാഹു തആല ഒരു സംതൃപ്തി കൊടുക്കും. അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ, സംതൃപ്തി കൊടുക്കും. അതുപോലെ അല്ലാഹു തആല അവന് വെച്ച മറ്റ് അപകടങ്ങളൊക്കെ അല്ലാഹു തആല അവനിൽ നിന്ന് തെറ്റിച്ച് കച്ചവടം വലിയ റവന്യൂ ഒന്നും കൂട്ടിയിട്ടില്ലെങ്കിലും ആ കിട്ടുന്ന പണം കൊണ്ട് അദ്ദേഹത്തിനേക്ക് സുന്ദരമായി തൻ്റെ കുടുംബത്തെ പോറ്റി വളർത്താൻ സാധിക്കുന്നുണ്ട്. അതും അതിൻ്റെ ബറക്കത്തിൽപ്പെട്ടത് തന്നെയാണ്. വൈൻ ഖതമ രണ്ടുപേരും രഹസ്യമാക്കി, വക്കദബ രണ്ടുപേരും കളവ് പറഞ്ഞു. നേരെ ഓപ്പോസിറ്റാണ്. മുഹഖത്ത് ബറക്കത്ത് വൈഹിമ രണ്ടാളുടെയും കച്ചവടത്തിൻ്റെ ബറക്കത്തിനെ അല്ലാഹു തആല എടുത്തു കളയും. ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്.